ആനക്കൂട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അത് ആനക്കൂട്ടമല്ല സർ, ഊളം പറ്റ. സാക്ഷാൽ ഊളം പറ്റ. ഈ മീനൊക്കെ തമ്പിച്ചാണെന്ന് കാണട്ടെ. അല്ല സാറെപ്പോ വന്ന്? ഇതാ ഇപ്പോ എന്ന് വെച്ചാൽ 3-4 മണിക്കൂർ. ആ ദേ, ഇത് നമ്മുടെ പുല്ലേമ്പാറയിലെ ചങ്കരന്റെ മോനാ. നമ്മുടെ കൊല്ലം ചങ്കരന്റെ മോനെ. നമ്മുടെ വലിയ വാസന്തിയുടെ ചങ്കരനോ? അതേന്ന്. നീ അങ്ങ് കേറി വലുതായല്ലോടാ. യവനെ ആറ്റിപ്പോയി വാളമീൻ പിടിച്ചോണ്ട് വന്ന് താഴത്തെ ഷാപ്പിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കണ്. ഞങ്ങൾ ഇവനെ അങ്ങ് കോർമലി കോർത്ത്. പിന്നെ അല്ല, വലിയ വാളമീൻ കിട്ടിയപ്പം അത് തമ്പിച്ചാനറിയാതെ വിറ്റ് കാശാക്കാൻ നോക്കണം. പോട്ട വിൻസന്റെ ചെറുക്കം പുത്തനല്ലയോ? നേരം പോയേ. തമ്പിച്ചായോ? തമ്പിച്ചായോ? തമ്പിച്ചായനകത്ത് അടച്ചിരിപ്പാ. ഇവര് വന്നിട്ട് പോലും കാണാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യ, നാളെ ഇനി പോരെ. പോട്ടെ, വിട്ടോ. ഞാനും വരാ. എന്തുവാടാ പോയി? തമ്പിച്ചായോ, ആ ആലുമൂട്ടിലെ 6 വളയം നടത്തുന്ന ചൂണ്ടയിട്ട് പിടിച്ചാന്നാ അവൻ പറയുന്നേ. ആഹാ, അങ്ങോട്ട് കേറി നിക്കടാ. തമ്പിച്ചായ ശരിക്കും തന്നെ ഒന്ന് കാണട്ടെ. ഇത് കൊള്ളാവല്ലോടാ പോയി. ചേലും ചെകിളയുള്ള ഒരു വാളമീനെ കണ്ടിട്ട് കാലം കുറയായി. അച്ഛനൊന്ന് നോക്കിയേ. ആഹാ, അല്ലേ തിരട്ട് സാധനം വന്നല്ലോടാ. ഇന്നാ ആ വന്നാട്ടെ. നീ നിന്റെ അപ്പനെ പോലെ തന്നെ ആണല്ലോ. പിടിച്ചാ എപ്പോഴും കൈനീളം കവിഞ്ഞേ നിൽക്കത്തുള്ളൂ. ദാണ്ട്രാവേ, ഇത് പിടി. ഇതേ മീനിന്റെ വിലയൊന്നുമല്ല, തമ്പിയുടെ ഒരു സന്തോഷത്തിനാ. വരണ്ടാ പിള്ളേരെ.
തമ്മിച്ചായോ? അല്ലേ CA മാനോ? എന്തോ പതിവില്ലാതെ? അതെ തമ്പിച്ചായ, ഞങ്ങൾ ഇത്രയും കൂടി വലിയ മീനെ തിരക്കി ഇറങ്ങിയതാ. അല്ല, സാറും ഉണ്ടല്ലോ. ഞാൻ കൃഷ്ണമൂർത്തി. നമസ്കാരം. അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ തമ്മി കാണുന്നത് ഇപ്പോഴാ. അല്ലയോ റഷീദേ? ഒരുപാട് നൂലാമാല പിടിച്ച കേസല്ലായിരുന്നു ആ കടപ്പുറത്തെ ഇരട്ടക്കൊലപാതകം? അത് മാത്രോ, കോഴിക്കോട് റൂറലായിരുന്നപ്പോ ഇരുണ്ട് വെളുക്കും മുമ്പ് ഫാത്തിമ വധക്കേസിന് തുമ്പുണ്ടാക്കിയ ഓഫീസർ. പത്രങ്ങളൊക്കെ അങ്ങ് ആഘോഷിക്കുമല്ലായിരുന്നോ? സത്യം പറയാമല്ലോ സാറേ, ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞാൽ തമ്പിക്ക് സന്തോഷമുണ്ട്. കർത്താവേ, കർത്താവിനോട് നന്ദിയുണ്ട്. നേരും നെറിയുള്ള പോലീസുകാരെ കാണുന്നത് തമ്പിക്ക് വലിയ ഇഷ്ടമാണ്. തമ്മിച്ചേ, സാറിന് തമ്പിച്ചാനോട് അല്പം സംസാരിക്കാനുണ്ട്. മനസ്സിലായി റഷീദേ, നിന്റെ വരവ് ഔദ്യോഗികമാണെന്ന്. പക്ഷേ സാർ ഒരു അല്പം ക്ഷമിക്കണം. നോക്കിയേ, ഈ പിള്ളേരെല്ലാം കൂടി ഇറച്ചി കയറി വന്നേക്കൊല്ലയോ? അതിങ്ങ നേടാ. ആ വേണ്ടേ, ഇതങ്ങ് ചീഞ്ഞു പോകും സാറേ. തമ്പി തന്നെ ഇതിനെ കണ്ടിച്ച് എരിയും പുളിയും ചേർത്ത് പുതുക്കിയാലേ ശരിയാവത്തുള്ളൂ. അതാ അതിൻ്റെ ഒരു രീതി. വേണ്ടാ, പിടിച്ചോ. ആ പിന്നെ കിഴക്കൂന്ന് ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. രാത്രി കണ്ണും പൂട്ടിയും കിടന്നാലേ വെളുക്കുമ്പോൾ കടുവാപ്പാറയ്ക്കടുത്തുള്ള വിളയൊന്നും കാണത്തില്ല. അല്ല തമ്പിച്ചായ, സാറിന് തമ്പിച്ചായ നില്ലടാവേ, സാറൊന്ന് ഉറങ്ങി വെളുക്കുമ്പോഴേക്ക് തമ്പി ഇങ്ങ് വരത്തില്ലയോ? എടുക്കടോ സോമ വണ്ടി. സാർ, യാത്ര കഴിഞ്ഞ ക്ഷീണമൊക്കെ അല്ലേ, നമുക്ക് കിടന്നാലോ? ഇയാള് കേസ് അന്വേഷിക്കാൻ വന്നതോ അതോ ക്ഷീണം തീർക്കാൻ വന്നതോ? സാർ, യാത്ര കഴിഞ്ഞ ക്ഷീണമൊക്കെ അല്ലേ, നമുക്ക് കിടന്നാലോ? ഇയാള് കേസ് അന്വേഷിക്കാൻ വന്നതോ അതോ ക്ഷീണം തീർക്കാൻ വന്നതോ? അത് നാളെ മുതൽ കൊരവള്ളി മുറിച്ച വിളിയായിരിക്കും മോളിൽ നിന്ന്. ഏടോ, കേസ് അന്വേഷണം സുഖവാസത്തിനുള്ള ഉപാധിയൊന്നുമല്ല. കാക്കിയിടുന്നവന് വേണ്ടാത്ത വിധേയത്വമൊന്നും വേണ്ട. കാക്കിയോടുള്ള വിധേയത്വം തന്നെ ധാരാള. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് താൻ. അത് ഓർമ്മ വേണം. ശരിയാവത്തില്ല. പറഞ്ഞു നന്നാക്കാന്ന് വിചാരിച്ചാ പഴകിയേ തീരത്തുള്ളൂ. ഹലോ, ഇയാൾ ആരെക്കുറിച്ചാ പറഞ്ഞേ? അത് തമ്പിച്ചാനെ. അയാളെ ആര് പറഞ്ഞു നന്നാക്കാനാ? ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. തലതിരിഞ്ഞ ജന്മമല്ലേ? ഉവ്വ, തലതിരിഞ്ഞ് ജന്മ. താണ്ട മോളെ, ഇതും കൂടെ നനവില്ലാത്ത ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കും. അതെ അമ്മച്ചി, എനിക്കെല്ലാം കൂടി 2 കൈയേ ഉള്ളൂ കേട്ടോ. ഈ അച്ചാറും ഉപ്പേരിയും പൊതിഞ്ഞ് കെട്ടിവെച്ചോ മതി നിന്റെ ഒരു ഒറ്റൽ പെറുക്കല്. ഓ, എന്നാ അമ്മച്ചി തന്നെ അങ്ങ് കെട്ടിവെച്ചോ. ഇതെല്ലാം കൂടി ചെയ്തു തരുമ്പോ നേരം വെളുക്കും. ആഹാ, നിന്നോട് ഞാൻ ഇതെല്ലാം വാരി പിടിച്ച് തിന്നാനൊന്നും അല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ആ കൊഞ്ചും കൂടെ ഒന്ന് വറുത്ത് കോരണം. എന്നുവെച്ചും വേണം അത് അച്ചാറിടാൻ. അടുപ്പ് ഇതേവരെ കെടുത്തിയില്ല അല്ലേ? അമ്മച്ചി നേരം വെളുക്കും വരെ വറുത്തും കരിച്ച് നേരം കളയും. എനിക്ക് ഉറക്കം വരുന്നു. അല്ലേലും ഇച്ചാൻ ഇതെല്ലാം കൂടി വെട്ടി വിഴുങ്ങാൻ പോവല്ലയോ? അതേ, നിനക്ക് വിശക്കുമ്പോ വന്ന് മേശപ്പുറത്ത് ഇരുന്നാ മതി. അവനവിടെ ആരെ അടി വെച്ച് വിളമ്പി കൊടുക്കാൻ? പിന്നെ അമ്മച്ചി എന്തിനാ നാട്ടുകാരോടൊക്കെ ഇച്ചായനെ കുറ്റം പറയുന്നേ? കാട്ടുമൂലയെ കിടക്കുന്നു, അമ്മച്ചിയെ പാത്ത് നടക്കുവാന്നൊക്കെ. അതേടി, പറയും, ഇനിയും പറയും. പറയുന്നതിന് നിനക്കെന്തുവാ, കപ്പം തരണോ? അയ്യോ വേണ്ടായേ, ഈ അമ്മച്ചി ഇങ്ങനെയാ. അമ്മച്ചിക്ക് ഇച്ചായനെ എന്തും പറയാം. നമ്മളെങ്ങാനും ഒന്ന് ചുണ്ടനയ്ക്കാ മതി,
മേത്തോടെ കയറ്റി വണ്ടി ഓടിക്കും. അല്ലേ ഇച്ചായനോട് ആരാ പറഞ്ഞേ ആ കാട്ടുമൂലയിൽ പോയി കിടക്കാൻ? അയ്യടാ പെണ്ണെന്തുവാ വലിയ വർത്താനം പറയുന്നേ? നിനക്കറിയാവോടി, ഞാൻ കെട്ടിക്കേറി വന്ന വീടാ അത്. നിന്റെ അപ്പച്ചൻ എന്നെ കൈ പിടിച്ച് കയറ്റിയതേ ആ വീട്ടിലോട്ടാ. അവറാനച്ചായൻ നനഞ്ഞും വേർത്തും ഉണ്ടാക്കിയതാ. നിന്റെ അപ്പച്ചൻ അത് നോക്കി നടത്തി ഇത്രയും ഉണ്ടാക്കി. നിനക്കാ വിചാരമില്ലെങ്കിൽ അവനുണ്ട്. മീനമാസത്തിൽ പാറങ്ങോട്ട് പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാ നിന്റെ അപ്പച്ചൻ എന്നെ കാണാൻ വരുന്നത്. കൊട്ടും കൊരവയും ഒന്നുമില്ലായിരുന്നു. എന്തോയിനാ കോരച്ചായം വന്ന് കൈ പിടിച്ച പിന്നെ ഞാൻ 3 നേരം വല്ലതും തിന്നേച്ച് ഉറങ്ങിയത്. മനസ്സമ്മതോ കൂട്ടം ബോധിപ്പിക്കലോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് പെടച്ചു. കർത്താവ് ഈശോ മിശിഹായ്ക്കറിയാം എൻ്റെ അന്നത്തെ അവസ്ഥ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അന്നമ്മോ നീ കോരച്ചായൻ്റെ കൂടെ ചെല്ല്. ഒന്നെനിക്ക് ഉറപ്പാ, നിനക്കവ 3 നേരം കഴിക്കാനുള്ളത് തരും. വന്ന് കയറുന്നത് വരെ എനിക്കറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ വീടും പുരയിടവും ഒക്കെയാണെന്ന്. കർത്താവേ, പിന്നെ എന്തോയിനാ ഇങ്ങനൊരു പെണ്ണുകെട്ട്? ഞാനങ്ങ് അമ്പരന്ന് പോയി. മുറ്റത്തും മുതുക്കുകയിൽ ചവിട്ടി കയറുമ്പോൾ എൻ്റെ കാലൊന്ന് പിടഞ്ഞ. അന്നേരപ്പം എൻ്റെ കൈത്തണ്ടയിലൊന്ന് മുറുക്കി പിടിച്ചു. പിന്നെ പോകാൻ നേരത്ത് കട്ടിലേ കിടന്ന് കണ്ണു മറയുമ്പോഴും ആ പിടിക്ക് ആ മുറുക്കം ഉണ്ടായിരുന്നു. അമ്മച്ചിയെ എന്നതാ ഇത്? ഇപ്പൊ അമ്മച്ചി എപ്പോഴും ഇങ്ങനെയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അപ്പച്ചനെ പറഞ്ഞ് കരയുവാ. മിന്നും പൊന്നൊന്നുമില്ലാതെ എന്നെ കൈ പിടിച്ചോണ്ട് വന്നപ്പോ ഞാൻ കോരച്ചായനോട് ചോദിച്ചു എന്തിനായിരുന്നു ഇതെന്ന്. അപ്പൊ പറയായിരുന്നു കർത്താവിന്റെ നിശ്ചയമായതെന്ന്. പൊന്നും മിന്നും ഒക്കെ ഇട്ട് മനസ്സമ്മതവും കൂട്ടം ബോധിപ്പിക്കലും ഒക്കെ നടത്തി നമുക്കൊരു കല്യാണം നടത്താടിയെന്ന് എപ്പോഴും പറയായിരുന്നു. നമ്മളുണ്ടാക്കിയ കടം നമ്മുടെ മോടെ കല്യാണത്തിന് തീർക്കാടിയെന്ന്. എന്നേച്ചും പോയി കളഞ്ഞില്ലയോ നേരത്തെ? എങ്ങാണ്ട് കിടന്ന് അമ്മയെ പിടിച്ചോണ്ട് വന്ന് എല്ലാം കൂട്ടിയേപ്പിച്ച് ചുമ്പോ കളഞ്ഞില്ലയോ? അമ്മച്ചി എല്ലാം ഒതുക്കിയേച്ചും വേണം എനിക്കും അങ്ങേരുടെ അടുത്തേക്ക് പോകാൻ. അമ്മച്ചി അമ്മച്ചി മക്കള് പോയി കിടന്നുറങ്ങിക്കോ. നേരെ ഒരുപാടായി. അമ്മച്ചി തന്നെ പെറുക്കി വെച്ചോളാം ഇതെല്ലാം. കാലത്തെ പുറപ്പെടണ്ട അല്ലയോ? നോക്ക്, പോന്ന വഴിക്ക് മോളെ തോമാടെ വീട്ടിലിറക്കി വിടാം. അമ്മച്ചി തിരിച്ചു വരുമ്പോൾ വിളിച്ചോണ്ട് പോരെ. ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ. അമ്മച്ചിക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയും കൂടെ ബാക്കിയുണ്ട്.
ആന ഇറങ്ങിയാലും പുലി ഇറങ്ങിയാലും എനിക്ക് രാത്രി 12. കടയടച്ചേ വെച്ച് ഇത്തിരി മിനിങ്ങാന്ന് വെച്ചാൽ അത് മാത്രം നടക്കത്തില്ല. ചേടാ, ഇത് വല്ലാത്ത ഗുണവധിയാരവാ. വരാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇത് എവിടെ പോയിരിക്കുക? എന്റെ കർത്താവേ, വരാൻ തോന്നിയല്ലോ ഇപ്പോഴെങ്കിലും. മുതലക്കട വരെ പോയേച്ചും വരുവാ. ഓ, ഞാൻ കരുതി പോയി കാണൂ. ഇതാ കണക്ക്. വെളുക്കുന്നതിന് കാലത്ത് പൊള്ളാച്ചിക്ക് പോകണ്ടയാ. സോളമ്മ വരാഞ്ഞപ്പോ ഞാൻ പൂട്ടി തുടങ്ങിയതാ. താമസിച്ച് ചന്തയിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്നേ. ആ കിഴക്കമ്പലയെന്ന് വരുന്ന തമിഴ് പറയുന്ന കുറെ കമ്മട്ടികളുണ്ട് ഇപ്പോ. അവന്മാരുടെ കച്ചവടം കഴിഞ്ഞാ പിന്നെ അണ്ണാച്ചിയുടെ കീശയും ഒഴിഞ്ഞു പോവും. കമ്മട്ടികളോ? ആ അതേന്ന്, കമ്മട്ടികള്. ആ അരിമല വക്കച്ചൻ പാട്ടം കൊടുത്തവന്മാരാ. കാലണയ്ക്ക് കണക്ക് പെശകിയ അവന്മാര് പിച്ചാത്തി കയറ്റും. അതാ ജോൺസണും വിൽസനുമാ. ഇച്ചിരി കോടവെള്ളം ചെന്നാ പിന്നെ ചിറ്റഴപ്പ. ആരുടെയും കൈക്ക് വീഴണം, വായടങ്ങണമെങ്കിൽ. ഇന്ന് ഇതേവരെ അടച്ചില്ല. ഏതോ വരുത്തന്മാര് വന്നിട്ടുണ്ട്. അതാ. അല്ലേലും എല്ലാം വന്ന് അടിയുന്ന ഇവിടെ തന്നെയാണല്ലോ. മേലാലിയെ